ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവായ എന്നേക്കും ഈശോ മിശിഹായ്ക്കും എപ്പോഴും എപ്പോഴും ശേഷമാണ് നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു ഫോർ ഇൻസൈറ്റ് 2025 സെന്റ് ജോർജിന്റെ പാരിഷ് ഫാമിലി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മെഗാ ബൈബിൾ ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇൻസൈറ്റ് 2025ലേക്ക് എല്ലാവരും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. രേഖയാണ് വിശുദ്ധ ബൈബിൾ. ഇതിലെ വിശുദ്ധമായ അറിവിന്റെ അന്തർദർശനം. മീനിങ് ഓഫ് ഇൻസൈറ്റ് ഞാൻ ഇതിനു ചോദിച്ചിട്ടുണ്ട്. എന്താ ഇൻസൈറ്റ് അർത്ഥം? ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞിട്ട് സൂപ്പർ 6ലേക്ക് എത്തിച്ചേർന്ന ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് ഇത്. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ നൽകി. പുൽക്കൊടികളെ തഴുകുന്ന
എറണാകുളം രൂപതയുടെ ഒപ്പമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി കരിയർ പിതാവിനാണ്. കരിയർ പിതാവ് ഇൻസൈറ്റിന്റെ മെഗാ ഇവന്റിലേക്ക് പിതാവിനെ ക്ഷണിക്കുവാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാം ചോദിച്ച് അറിയുകയും കൃത്യസമയത്ത് തന്നെ വരാമെന്ന് പറയുകയും വളരെ സ്നേഹത്തോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ അറിയിക്കുകയാണ്. ഇനി നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നതിന് പോയിട്ട് കുറച്ച് നാളെ മുമ്പ് വരെ നമ്മുടെ ഇടവകയിൽ നമ്മുടെ എഴുത്തച്ഛനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നമ്മുടെ സ്വന്തം ഇടവകയിൽ പരിപാടി പോലെയാണ് സ്വീകരിച്ചത്. ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഫലമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഇനി നമുക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇനി നമുക്ക് സ്വാഗതം ഈ ഒഫീഷ്യൽ മീറ്റിംഗിലേക്ക് എൻ്റെ ഇടവക മക്കളിൽ ഒത്തിരി സന്തോഷത്തോടെയാണ് നേതൃത്വത്തിൽ നമ്മൾ ഇൻസൈറ്റ് തുടങ്ങിയിട്ട് 2 വർഷം നടത്തിയിട്ടുണ്ട്. ദേവാലയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ആവശ്യപ്പെട്ടതുകൊണ്ട് നടത്താൻ തീരുമാനിച്ചത് എനിക്കും താല്പര്യമായിരുന്നു. എന്തായാലും എനിക്ക് ഏറെ സന്തോഷം നൽകുന്നത് നമ്മുടെ അഭിമന്യ ആന്റണി കരിയർ പിതാവിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ പിതാവിനെ ക്ഷണിക്കാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാം ഞങ്ങൾ അധിക സമയമൊന്നും എടുത്തില്ല. ഞാൻ എപ്പോഴാണ് വരേണ്ടത്, കൂടാൽപ്പാട് ഞാൻ വന്നിട്ടുണ്ട്, എപ്പോഴാണ് വരേണ്ടതെന്നാണ് ചോദിച്ചത്. ഒത്തിരി സന്തോഷത്തോടെ പിതാവിന് നന്ദി പറയുകയാണ്. ഞാൻ അതിനുശേഷം നന്ദി പറയും. നമ്മുടെ ഈ ഇൻസൈറ്റ് 2025 ഒത്തിരിയേറെ ഒരുക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ഭാരവാഹികൾ, വൈകാരിമാരും കാര്യഷ്ഠാക്കളും സംഘങ്ങൾ, അതുപോലെ തന്നെ യൂണിറ്റിലെ ഭാരവാഹികൾ എല്ലാവരുടെയും അശാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇത്രയും ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയത്. ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനായി പിറന്ന ക്രിസ്തുവിനെ അവിടുത്തെ പരിസ്ഥിതി ജീവിതത്തോടും പ്രബോധനങ്ങളും കൂടെ അടുത്തറിയുവാൻ പുതിയ നിയമഗ്രന്ഥങ്ങളാണ് നമുക്ക് വഴികാട്ടി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനതയുടെ കൂടെ നടന്ന അവിടുത്തെ സ്നേഹത്തെയും പരിപാലനയെയും വിവരിച്ചു നൽകുന്ന ഗ്രന്ഥങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്ന പോലെ ഇരുതല വാളിനേക്കാൾ എല്ലാ ആശംസകളും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ദൈവത്തിന്
കാലത്തേരുകളിൽ വരുന്നു രാജകുമാരന്മാർ. കിട്ടിയ കാലത്തേരുകളിൽ വരുന്നു രാജകുമാരന്മാർ. വെള്ളം തേടി കടയണതൊക്കെ പാലക്കാരുടെ വിളികേൾക്കാം. വെള്ളം തേടി കടയണതൊക്കെ പാലക്കാരുടെ വിളികേൾക്കാം. കൊച്ചിൻ ഡിവൈൻസ് മില്ലേനിയം സിംഗേഴ്സ് ആണ്. ദാറ്റ് ഈസ് DMS. വളരെ കൃത്യമായ ഒരു പേര് പോലെ തന്നെ അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് മിസ്റ്റർ സാജു തോമസ് പുട്ടോളി, നമുക്കെല്ലാം പരിചിതനായ ലൈബ്രറി. കൊച്ചിൻ ഡിവൈൻസ് മില്ലേനിയം സിംഗേഴ്സിന്റെ നമുക്കൊരു പാട്ട് Yes, members are there. Any more go to the AOC and vice Francis. Yes, my God. ഇല്ല, ഞങ്ങൾ ആർക്കും കൊടുക്കില്ലെന്ന് തന്നെയാണ്. ആ ശരി കേട്ടോ. മത്സരം ഓർമ്മയാണ് ആരംഭിക്കുന്നത്. ഞങ്ങൾ നേരിടും. അതാണ് ഷൈലിന്റെയും ആൻസിയുടെ മനസ്സിൽ വളരെ വലിയ ആത്മവിശ്വാസത്തോടെയാണ്. സമ്മാനം ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഞങ്ങൾക്ക് തന്നെ. മൈ ഗോഡ്. ആ ശരിയിലുണ്ട് ഉത്തരം പറയുമ്പോൾ അങ്ങനെ ന്യായീകരിക്കണം. ഏത് ചോദ്യത്തിനും ഇവിടെ നാട്ടിൽ റൗണ്ടൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഞങ്ങൾ അവസാനമാണ് വരുന്നത്. അതും തുറന്നു നോക്കുന്നു. ഏത് പട്ടണമാണ് നിങ്ങൾ മുൻപിൽ വെളിച്ചം വീശുന്നത് കാണാം. അറിവിന്റെ ഈ മഹായുദ്ധത്തിൽ എവിടെയാണ്? ഏത് പട്ടണമാണ്? ജെറുസലേം. ജനലക്ഷ്മി തിരിച്ച ജെറുസലേം മല പോലെ ഉയർന്ന ശബ്ദമായ മാനമാകുന്നു. കമോൺ, നിങ്ങളുടെ അറിവിനായി ഉത്തരത്തിനായി സമ്മാനം നേടാനാവട്ടെ നിങ്ങൾ വീണ്ടും ആശംസിക്കുന്നു. മൈ ഗോഡ്,
എല്ലാവരും The master brain, the quiz master of this Insight 2025. കേട്ടോ, മനസ്സിലായോ? അപ്പോൾ ഗാംഭീര്യമായ ശബ്ദത്തിൽ നമുക്ക് നിരവധിയായിട്ട് ഗാനം ഈ മലയാറ്റൂർ മലയിൽ യേശുദാസ് പാടി ഗാനം മുടങ്ങാൻ ചിലപ്പോൾ നമ്മുടെ അച്ഛൻ നിങ്ങൾ കേൾക്കണം, മനോഹരമായിട്ട് ചുറ്റപ്പെടുത്തിയ ഗാനമാണ്. പിന്നെ ആ കാസറ്റിന്റെ പേര് യേശു ജീവരക്ഷക. ചങ്കാറിന്റെ ഇന്ത്യ മധുവിനെ പറ്റിയിട്ട് അച്ഛൻ എഴുതിയ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കണം. പിന്നെ ഇതൊരു വിശേഷമുള്ള ഫാദർ വേറെ ഉണ്ടോ എനിക്ക് സംശയമാണ്. The quiz man, അറിവിന്റെ മഹാസാഗരം. Put your hands together, ladies and gentlemen, and welcome the quiz master of the Insight 2025. ബൈബിളിനെ കുറിച്ചുള്ള അനേകം ചോദ്യങ്ങൾ മനസ്സിൽ ഉത്തരങ്ങൾ അടുക്കി വെച്ച് ഇനി അംഗം എളുപ്പമുള്ള ചോദ്യങ്ങളാണ് പറയുക. ചോദ്യം തുടങ്ങുന്നതിന് മുമ്പേ ചാടി ഉത്തരം പറയാതിരിക്കുക. ചോദ്യം പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷം നിങ്ങൾ ഉത്തരം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല മിക്കവാറും എല്ലാവരും ഇൻസൈറ്റിൽ പങ്കുചേർന്നിട്ടുള്ള ഒത്തിരി പറയുക. നന്നായി സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. എല്ലാ ഇൻസൈറ്റും ഉള്ളതുപോലെ തന്നെ ഓഡിയൻസിന് ചില കണക്കുകൾ ഉണ്ടാകും. വലിയ തുകയായിരിക്കാം, അപ്പോൾ വാട്സ്ആപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാം. മൈക്രോഫോൺ നിങ്ങൾക്ക് 10 പോയിന്റ് പാസ് ചെയ്തതിനു ശേഷമാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം. So the first question to team Kavanna. നിങ്ങൾക്കുള്ള ചോദ്യം ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു മതി. ഇതിന്റെ സന്ദർഭം എന്താണ്? യേശു പറഞ്ഞു മതി. ഇതിന്റെ സന്ദർഭം എന്താണ്? രണ്ട് വാഴകൾ ശിഷ്യന്മാരുടെ അടുത്ത് നിന്നപ്പോൾ അത് മതി. ചോദ്യം ശ്രദ്ധിക്കുക. ജെറൂസലേമിലേക്കുള്ള രാജ്യം നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ഫരീസേയർ യേശുവിനോട് പറഞ്ഞ സന്ദർഭം ഏതാണ്? നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ഫരീസേയർ യേശുവിനോട് പറഞ്ഞ സന്ദർഭം ഏതാണ്? നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ഫരീസേയർ യേശുവിനോട് പറഞ്ഞ സന്ദർഭം ഏതാണ്? യേശു ചില അനുഭവങ്ങൾ കണ്ട് റോങ് ആൻസർ. യേശുവിന്റെ അത്ഭുതപ്രവൃത്തികളുണ്ട്. തന്റെ കുട്ടിയുടെ പുറത്ത് ശിഷ്യകളെ മാറ്റി വെച്ചപ്പോൾ മറുപടിയിൽ അവർ മൗനം അവലംബിച്ചു. എന്തായിരുന്നു യേശുവിന്റെ മറുപടി? യേശുവിന്റെ മറുപടിയിൽ അവർ മൗനം അവലംബിച്ചു. എന്തായിരുന്നു യേശുവിന്റെ മറുപടി? എന്ത് അധികാരത്തിലാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ യേശു പറഞ്ഞു ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. വിവാദത്തില് വെള്ളമൊരുപ്പുണ്ട്. ഞാൻ തുടക്കത്തിലെ വെള്ളം കുടിപ്പിക്കുന്നില്ല. യേശുവിന്റെ മറുപടിയിൽ അവർ മൗനം അവലംബിച്ചു. എന്തായിരുന്നു യേശുവിന്റെ മറുപടി? അടയാളം ഉണ്ടാകും. ഒരു ഗ്രാമം നിങ്ങൾ പ്രവേശിക്കുന്ന പഠനത്തിൽ നിങ്ങളുടെ ഒരുകൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ഈശോ ഇങ്ങനെ പറയുന്നത്? സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ഈശോ ഇങ്ങനെ പറയുന്നത്? ശരിയാണ്. ജെറുസലേം പട്ടണത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരുന്നപ്പോൾ
എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? നിയമലംഘകരോടുകൂടി എണ്ണപ്പെട്ടു വരുന്നത് നിവൃത്തിയാകാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലും മതി. ചോദ്യം വളരെ ശ്രദ്ധിക്കണം. നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു വരുന്നത് നിവൃത്തിയാകാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? പാണ്ഡമുള്ളവൻ എടുക്കണം. എന്തുള്ളത്? പാണ്ഡവ മടിശീല കയ്യിൽ കഴുകണം. വാളുള്ളവൻ ഫസ്റ്റ് റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. 6 ചോദ്യം പൂർത്തിയാവും. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ എളുപ്പമുള്ള റൗണ്ടാണ്. ഗതിയിൽ നിന്നും ആരംഭിച്ച് അവസാനിക്കുന്ന റൗണ്ട്. നിങ്ങൾക്കറിയാം, പറഞ്ഞാൽ നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ജോസിയ. നിങ്ങൾക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ ഏത് പ്രവാചകനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ ഏത് പ്രവാചകനെ പറ്റിയാണ്? ഓപ്ഷൻസ് പ്ലീസ്. എലീഷ, ഏലിയ, യെശയ്യ, എസെക്കിയേൽ. ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ പ്ലീസ്. ഏലിയ കറക്റ്റ് ആൻസർ ആണ്. നിങ്ങൾക്ക് 10 പോയിന്റ്. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാത്മകമാണെന്നത് പ്രഘോഷിക്കുന്നത് എന്താണ്? അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാത്മകമാണെന്ന് പ്രഘോഷിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് പ്ലീസ്. മനുഷ്യപുത്രൻ, ജീവജാലങ്ങൾ, ഉദിച്ചുയരുന്ന സൂര്യൻ, ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങൾ. ഉദിച്ചുയരുന്ന സൂര്യൻ. മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് ആരാണ്? ഓപ്ഷൻസ് പ്ലീസ്. ദാവീദ്, സോളമൻ, സാമുവേൽ, എസെക്കിയേൽ. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയുവാൻ മണ്ണിൽ നിന്നും സ്വരമുയർത്തി പ്രവചിച്ചത് ആരാണ്? ദാവീദ്, സോളമൻ, സാമുവേൽ, എസെക്കിയേൽ. സാമുവേൽ. കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ സാമുവേൽ. ബെത്ലഹേം. ടീം ബെത്ലഹേം 10 points to ടീം ബെത്ലഹേം. പോലെയായിരുന്നു അവർ. ആര്? വലതു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവർ. ഓപ്ഷൻസ് പ്ലീസ്. സെറുബ്ബാബേൽ, യെശുവ, ജെറോബോവാം, റഹോബോവാം. സെറുബ്ബാബേൽ. കറക്റ്റ് ആൻസർ സെറുബ്ബാബേൽ. കറക്റ്റ് ആൻസർ ആണ്. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ എന്ന വിശേഷണം ആരെക്കുറിച്ചാണ്? തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ എന്ന വിശേഷണം ആരെക്കുറിച്ചാണ്? ജോസഫ്. ഓപ്ഷൻ. 2 തെറ്റുത്തരങ്ങൾ കാണാൻ പോകുന്നു. നെഹെമ്യാവ് ശിമയോൻ. ശിമയോൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ശിമയോൻ. 5 points to ടീം കഫർനാം. 5 points to ടീം കഫർനാം. അതിലേക്ക് പറമ്പിന് തെങ്ങിലേക്ക് കിട്ടിയ തേങ്ങ കൃത്യമായിട്ട് കാര്യസ്ഥനോട് മുതലാളി ചോദിച്ചു, എത്ര തേങ്ങയുണ്ട് എന്ന് ചോദിച്ചു. മുതലാളിയോട് കാര്യസ്ഥൻ പറഞ്ഞു 500-ൽ താഴെയുണ്ട്. കൃത്യമായിട്ട് കിടന്ന് കാര്യസ്ഥനറിയാം. പക്ഷെ മുതലാളിയോട് പരീക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞു 500-ൽ താഴെയുണ്ട്. പിന്നെ ഒരു വിശദീകരണം കൂടി കൊടുത്തു. 2 എണ്ണം വീതം എണ്ണിയപ്പോ 1 എണ്ണം ബാക്കി വന്നു. തേങ്ങ 2 എണ്ണം വീതം മാറ്റി വെച്ചപ്പോ 1 എണ്ണം ബാക്കി വന്നു. 3 എണ്ണം വീതം എണ്ണിയപ്പോ 1 എണ്ണം ബാക്കി വന്നു. എന്നാൽ 4 എണ്ണം വീതം എണ്ണിയപ്പോ 1 എണ്ണം ബാക്കി വന്നു. പിന്നെ 5 എണ്ണം വീതം എണ്ണിയപ്പോഴാണ് 1 എണ്ണം ബാക്കി വന്നു. 6 എണ്ണം വീതം എണ്ണിയപ്പോൾ 1 എണ്ണം ബാക്കി വന്നു. അങ്ങനെ അവസാനം 7 എണ്ണം വീതം എണ്ണിയപ്പോൾ കൃത്യമായിട്ട് എല്ലാം തീർന്നു. അങ്ങനെയെങ്കിൽ എത്ര തേങ്ങ ഉണ്ടായിരുന്നു? അതാണ് ചോദ്യം. തേങ്ങ 2 എണ്ണം വീതം എണ്ണിയപ്പോൾ 1 എണ്ണം ബാക്കി വന്നു. 3 എണ്ണം എണ്ണിയപ്പോൾ 1 എണ്ണം ബാക്കി വന്നു.
ഒന്നാണ്. നിങ്ങൾക്ക് കൂട്ടി നോക്കാം. 2 വെച്ച് ഹരിച്ചു നോക്കിയാൽ ഒരെണ്ണം ബാക്കി വരും. അതുപോലെ തന്നെ 6 വരെ ഹരിച്ചു നോക്കിയാൽ ഒരെണ്ണം ബാക്കി വരും. 7 വരുമ്പോഴാണ് പൂർണ്ണമായിട്ട്. നല്ലൊരു കൈകളിലൂടെ ആശംസ കൊടുക്കും. 7 കൊടുക്കും. ഡെനിസ് അവിടെ കുറെ വിഷയങ്ങൾ കാണിക്കും. അതിനകത്ത് 3 എണ്ണം സെലക്ട് ചെയ്യാം. ഡെന്നീസ് പോകരുത് കൊണ്ടുപോകാം. 3 എണ്ണത്തിൽ ഉണ്ടാക്കണം. നമ്പർ 9 പിന്നെ നമ്പർ 9 പാട്ട് സെലക്ട് ചെയ്യണം. അതാണ് നമ്പർ 9 ഇതിന്റെ പാട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഐഡിയ ഉണ്ടോ ഡെന്നീസിന്? ഇല്ല, ഡെന്നീസിന് ഐഡിയ ഇല്ല. അതുകൊണ്ട് പാട്ട് പ്ലേ ചെയ്യും. ഇത് പാട്ടാന്നുള്ളത് ഓഡിയൻസ് അറിയാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്പർ വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഓഡിയൻസിനോട് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. കറക്റ്റ് ആൻസർ തലശ്ശേരി. കറക്റ്റ് ആൻസർ തലശ്ശേരിയാണ്. വന്നോ? ഏത് ഫിലിമാണെന്ന് പറയാം. കറക്റ്റ് ആൻസർ പെരന്തച്ചനാണ്. 2 എണ്ണത്തിൽ പറഞ്ഞു. ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് പിതാവിന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങാവുന്ന. കയ്യടി പോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഫേസോസ് 1:1 പ്രകാരം പൗലോസ്ലീഹ ആർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്? എഫേസോസ് 1:1 പ്രകാരം പൗലോസ്ലീഹ ആർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്? ഓപ്ഷൻസ് പ്ലീസ്. വിശ്വാസികൾക്ക്, ബി വിശുദ്ധർക്ക്, സി ദൈവജനത്തിന്. കൗണ്ട് ഡൗൺ 5 4 3 2 1 0 ഷോ. എല്ലാവരും എത്തിപ്പിടിക്കുക. 3 ബി ആണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ നോക്കാം. വിശുദ്ധർക്ക് എല്ലാ ടീമിനും 10 പോയിന്റ് ഉണ്ട്. എല്ലാ ടീമിനും 10 പോയിന്റ് ഉണ്ട്. സങ്കീർത്തനം 110:1 സമാനമായി എഫേസ്യസിലെ വചനഭാഗം ഏതാണ്? സങ്കീർത്തനം 110:1 സമാനമായി എഫേസ്യസിലെ വചനഭാഗം ഏതാണ്? ഓപ്ഷൻസ് പ്ലീസ്. എഫേസ്യസ് 1:12, ബി 1:21, 1:20. Countdown 5 4 3 2 1 show. Okay, bro. You book it together. Okay, okay. Correct answer for you. C ആണ് correct answer. C ആയിരിക്കും. കഫർനാം, ജെറുസലേം. ഇത് 2 ടീമാണ്. കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് സി. എഫേസോസ് ലേഖനം എഴുതിയതിന് ബന്ധപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഓപ്ഷൻസ് പ്ലീസ്. AD 55-നും 60-നും ഇടയ്ക്ക്, AD 58-നും 60-നും ഇടയ്ക്ക്, AD 60-നും 68-നും ഇടയ്ക്ക്. Countdown 5 4 3 2 1 ഷോ. കറക്റ്റ് ആൻസർ നോക്കട്ടെ. കറക്റ്റ് ആൻസർ പി ആണ്. ഗലീലി ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകൾക്കും 10 പോയിന്റ്. ഗലീലി ഒഴി. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, ആരുടെ സഹപൗരരാണെന്നാണ് വചനം പറയുന്നത്? ഓപ്ഷൻസ് പ്ലീസ്. ദൈവജനത്തിന്റെ, വിശുദ്ധരുടെ, ക്രിസ്തുവിന്റെ. 5 4 3 2 1 ഷോ. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ബി ആണ്. നസ്രത്ത് ഒഴികെ ബാക്കി എല്ലാ ടീമുകളും 10 പോയിന്റ്. നസ്രത്ത് ഒഴികെ ബാക്കി എല്ലാ ടീമിനും.
ഉപാമരങ്ങളുടെ വൈവിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണ്. ഉപാമരങ്ങളുടെ വൈവിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഓപ്ഷൻസ് പ്ലീസ്. എഫേസ്യോസ് 4, എഫേസ്യോസ് 5, എഫേസ്യോസ് 3. Lord 5, 4, 3, 2, 1. Show. We have to get the answer. Correct answer A ആണ്. നസ്രത്ത് 10 പോയിന്റ്, ബെത്ലഹേം 10 പോയിന്റ്, ജെറൂസലേം 10 പോയിന്റ്. നസ്രത്ത് 10 പോയിന്റ്. പോക്കറ്റിൽ കുറെ രൂപയുണ്ട്. വഴിയിൽ നടക്കാണ്. പോക്കറ്റിലുള്ള രൂപ മുഴുവൻ എടുത്തു. ഒരു ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ പോക്കറ്റിൽ കിടക്കുന്ന മുഴുവൻ രൂപയും എടുത്തപ്പോൾ അത് ഇരട്ടിയായപ്പോൾ 100 രൂപ അത് ആ ഭിക്ഷക്കാരന് കൊടുത്തു. ബാക്കിയുള്ളത് പോക്കറ്റിൽ. വീണ്ടും നടന്നപ്പോൾ രണ്ടാമത്തെ ഭിക്ഷക്കാരനെ കണ്ടു. പോക്കറ്റിൽ കിടക്കുന്ന മുഴുവൻ തുകയും എടുത്തു. ഇരട്ടിയായി 100 രൂപ രണ്ടാമത്തെ ഭിക്ഷക്കാരന് കൊടുത്തു. മൂന്നാമത് ഇതുപോലെ തന്നെ ചെയ്തു. മൂന്നാമത് ഭിക്ഷക്കാരന് ഇരട്ടിയായപ്പോൾ ബാക്കിയുള്ളത് ഇരട്ടിയായപ്പോൾ 100 രൂപ കൊടുത്തു. നാലാമത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പോക്കറ്റ് കാലിയായി. എങ്കിൽ ഏറ്റവും ആദ്യം എത്ര രൂപ പോക്കറ്റിൽ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ആദ്യമേ കുറച്ച് രൂപ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അത് ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ, ഒന്നാമത്തെ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ഇരട്ടിയായി 100 രൂപ അയാൾക്ക് കൊടുത്തു. ബാക്കി പോക്കറ്റിലിട്ടു. രണ്ടാമത്തെ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ വീണ്ടും പോക്കറ്റിൽ എടുത്തു. ഇരട്ടിയായി 100 രൂപ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. വീണ്ടും പോക്കറ്റിലിട്ടു. മൂന്നാമത്തെ ആൾക്ക് ഇതുപോലെ തന്നെ ചെയ്തു. നാലാമത്തെ ആൾക്ക് കൊടുത്തപ്പോൾ പോക്കറ്റ് കാലിയായി. അങ്ങനെയെങ്കിൽ ആദ്യം പോക്കറ്റിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? ലക്കി ബോക്സ് എവിടെയാണ്? ജഫ്തായെ കുറിച്ചാണ് നിങ്ങളോടുള്ള ചോദ്യങ്ങൾ. ജഫ്തായെ കുറിച്ച് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ജഫ്തായുടെ പിതാവിന്റെ പേരെന്താണ്? Correct answer. ജഫ്തായുടെ പിതാവിന്റെ പേര് ഗിലെയാദാണ്. 5 points to Team Farnaz. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Second question. സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയ ജഫ്ത എവിടെയാണ് താമസിച്ചത്? Correct answer. 10 points to Team Farnaz. Another question. Okay, third question. Come on. എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്ന് ജഫ്ത ആരോടാണ് ചോദിച്ചത്? എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് ആരോടാണ് ചോദിച്ചത്? ആൻസർ ഒന്നുകൂടി ക്ലിയർ ആക്കണം. അമോന്യ രാജാവിനോടാണ് ചോദിച്ചത്. അമോന്യ രാജാവ് ചോദിച്ചു. 15 points to Team Farnaz. Number 4. Number 14 വസന്തത്തിന് ദാവീദിനെ കുറിച്ച് ചോദിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആരാണ്? ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആരാണ്? Correct answer. 5 points to Team Farnaz. Next question. Okay. Second question. എന്ത് ആർത്തിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? എന്ത് ആർത്തിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? Wrong answer. അടുത്ത ചോദ്യം. Okay, come on, next question. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് ആരെയാണ് നിയോഗിച്ചത്? Correct answer. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് ഗായക സംഘം. അഹരോൻ ഏത് ഗോത്രജനാണ്? അഹരോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്? Correct answer. ലേവി ഗോത്രത്തിൽപ്പെട്ടതാണ് അഹരോൻ. 5 points to Team Farnaz. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Okay, next question. അഹരോൻ ആരുടെ സഹോദരനാണ്? Correct answer. 10 points to Team Farnaz. Next question.
Okay, the question. Correct answer. വിശുദ്ധ ദൈവങ്ങളുടെ അഭിഷേകം മോശയാണ്. Question number 1. സാംസന്റെ പിതാവിന്റെ പേര്. Okay. Manoba, correct answer. 5 points to Team Jerusalem. Okay, second question. Samson എവിടെ വെച്ചാണ് ഫിലിസ്തീൻ യുദ്ധയെ കണ്ടുമുട്ടിയത്? Correct answer. The points to Team Jerusalem. Third question. Okay, third question please. എവിടെ വെച്ചാണ് കർത്താവിന്റെ ആത്മാവ് സാംസനെ പ്രവർത്തിച്ചു തുടങ്ങിയത്? Correct answer. Team Jerusalem. 15 points to Team Jerusalem. അടുത്ത ചോദ്യം മിഖായെ കുറിച്ച്. മിഖായുടെ എത്ര വെള്ളി നാണയങ്ങളാണ് അമ്മയ്ക്ക് തിരികെ കൊടുത്തത്? 1100. Okay, correct answer. 1100 വെള്ളി നാണയങ്ങൾ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം. മിഖ കണ്ടുമുട്ടിയ ലേവ്യൻ യൂദയായിലെ ഏത് നാട്ടുകാരനായിരുന്നു? Correct answer. 10 points to Team Tabo. Third question of this round, True Tabo. The question is, ഏത് ഗോത്രക്കാരാണ് മിഖായുടെ ഭവനത്തിൽ പ്രവേശിച്ച് പുത്തഗ്രഹവും പുലവിഗ്രഹങ്ങളും എടുത്തുകൊണ്ട് പോയത്? Correct answer. 15 points to Team Tabo. ശിമിയോൻ ആരുടെ പുത്രനായിരുന്നു? Correct answer. Next question please. ശിമിയോന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ എന്ത് നിർമ്മിച്ചു? ജലസംഭരണി. Correct answer. 10 points to Team Galilee. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Okay, come on, big question. വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ച പൊടി പൂ പോലെയാണ് അവൻ പ്രശോഭിച്ചത്? വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ച പൊടി പൂ പോലെയാണ് അവൻ പ്രശോഭിച്ചത്? Wrong answer. 5 points minus. Wrong answer ആണ്. 93 points ആണ് വിളിച്ചത്. ആരാണ് സമ്മാനം കൊടുക്കുന്നത്? സമ്മാനം കേൾക്കുന്നു. Nama
ചിരിയാണ് എത്ര കാര്യം സാധിക്കുന്നു. ഓക്കെ, അടുത്ത റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ റൗണ്ട് സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ഡാഷ് ഇളം ദേവദാരു പോലെ ശോഭിച്ചു. ഡാഷ് പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ഡാഷ് ഇളം ദേവദാരു പോലെ ശോഭിച്ചു. 5, 4, No. 3. Okay. Answer please. സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ ഈ റൗണ്ട് ആരംഭിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തീരുന്ന റൗണ്ടുകളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു സംഭവം അല്ലെങ്കിൽ 15 പോയിന്റ്, സെക്കൻഡ് ഗ്ലൂവിലാണ്. ഫസ്റ്റ് പോയിന്റ് ഉത്തരം കറക്റ്റ് ആണെങ്കിൽ 15 പോയിന്റ്. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ സെക്കൻഡ് ഗ്ലൂ നമ്മൾ ചോദിക്കണം. ഉത്തരം തെറ്റരുത്. തെറ്റിയാൽ അതിന്റെ അവസരം നഷ്ടമാകും. ഈ കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല. ആ സുവിശേഷ ഭാഗത്തെ ഒരു സെന്റൻസ് ആണ്. സെക്കൻഡ് ഗ്ലൂ പ്ലീസ്. ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. പാസ് ചെയ്യുന്നതല്ല. 5, 4, 2, 1, 0. ആരെങ്കിലും പറയാമോ? പരിശുദ്ധനാകുന്നത് സെക്കൻഡ് ഗ്ലോബീസ് ജെറീക്കോയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. നഷ്ടപ്പെട്ടു പോയത് എടുത്ത് രക്ഷിക്കുവാനാണ് രക്ഷിക്കുന്നത് വന്നിരിക്കുന്നത്. യേശു സക്കേയൂസിന്റെ ഭവനത്തിൽ കയറി. സക്കേയൂസിന്റെ സദസ്സിനെ കുറിച്ചാണ് പറയുന്നത്. 5 points to അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. 15 points to the Bethlehem. പത്ത് നാണയത്തിന്റെ ഉപമയിലാണ് ഈ തിരുവചനം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീം താബോ നിങ്ങളുടെ ഫസ്റ്റ് ക്ലൂ ശ്രദ്ധിക്കുക. ഗുരു നീ ശരിയായ സംസാരിക്കുന്നു. ടീം താബോ നീ രണ്ട് ക്ലൂ. സെക്കൻഡ് ക്ലൂ പ്ലീസ്. അവനോട് എന്തെങ്കിലും പിന്നീട് ചോദിക്കാൻ. അവിടെ മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ്. പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിവാദത്തിലാണ് 5 points to Team Tabo. Last question. Come on. Wrong answer. രണ്ട് ക്ലൂ നിങ്ങൾ എടുക്കണം. കറക്റ്റ് ആൻസർ പോലാണ്. കറക്റ്റ് ആൻസർ മുമ്പിലോട്ട് ശരിയാവാൻ പോവുകയാണ്. ഈ റൗണ്ടിന്റെ പൂർത്തിയാവുകയാണ്. 75 points. Team Nasrat 55 points. Team Bethlehem 85 points. പറയുമ്പോൾ ഈശോ പറയുന്ന ഉപമ ഏതാണ്? മനുഷ്യപുത്രന്റെ
ഈശോ പറയുന്ന ഉപമ ഏതാണ്? ടീം നമ്പർ 4. അത്തിമരത്തെ മറ്റു മരങ്ങളെ നോക്കുവിൻ, അത് തകർക്കുന്നത് കാണുമ്പോൾ. കറക്റ്റ് ആൻസർ. അത്തിമരത്തെ മറ്റു മരങ്ങളെ നോക്കുവിൻ, തകർക്കുമ്പോൾ വേനൽക്കാലം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകും. 10 points to ടീം ജെറൂസലേം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 19:38 കാണുന്ന സങ്കീർത്തനം ഏതാണ്? ഏത് അധ്യായമാണ്? ഓക്കെ, അവന്റെ നാമത്തിൽ വരുന്ന രാജാവായിരിക്കും. ഏത് അധ്യായം? സങ്കീർത്തനം ഏത് അധ്യായം? സങ്കീർത്തനം 118:26. Correct answer. Jerusalem. Points to team Jerusalem. Correct answer. Very good. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതെ തിരുവചനം മാറും. ഈ ആശയം വരുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ അധ്യായം ഏതാണ്? Number 4. 21:32-33 വചനങ്ങൾ. Correct answer. Team Jerusalem. 10 points to team Jerusalem. Okay. Fourth question of this round. Common question ആണ്. First question is നാലാമത്തെ ചോദ്യം. യാബേഷ് ഗിലെയാദിലെ എത്ര പേരാണ് ഇസ്രായേൽ സമ്മേളനത്തിൽ പങ്കെടുത്തത്? ടീം 6 ആണ് ആദ്യം അമർത്തിയത്. ആൻസർ പറഞ്ഞു. ആരും പങ്കെടുത്തില്ല. Correct answer. ആരും പങ്കെടുത്തില്ല. Correct answer ആണ്. 10 points to team ഗലീലി. 2 പുരുഷന്മാർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും എന്ന് ലൂക്കാസ് സുവിശേഷത്തിൻ്റെതായി ചില കൈയെഴുത്ത് പ്രതികളിൽ കാണപ്പെടുന്ന ഈ വചനം ഏത് അധ്യായത്തിലാണ്? നമ്പർ 4. 17-ാം അധ്യായത്തിൽ. പോയി ഇല്ല, ജയിച്ചു, കിട്ടി. Correct answer. Team Jerusalem. 10 points to Team Jerusalem. വളരെ റൗണ്ടിൽ നിന്ന് അപ്പിയർ ചെയ്തു. ഇനി ഒരു പാട്ട് നമുക്ക് എടുക്കാം. കാരണം അവസാന റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റാപ്പിഡ് ഫയർ റൗണ്ടാണ്. 4 മിനിറ്റ് കൊണ്ട് തീരുന്നത്.
റിയലി വണ്ടർഫുൾ. പ്രധാനമായിട്ടും ഫാദർ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ഈ കുടാലപ്പാടിലേക്ക് വളരെ ഭാഗ്യമുണ്ട്. ബിക്കോസ് ദി ഗ്രേറ്റ് ഫാദർ ഐ മീൻ വണ്ടർഫുൾ മ്യൂസിഷ്യൻ. അദ്ദേഹത്തോടൊപ്പം ചേർന്ന മറ്റൊരു മ്യൂസിഷ്യൻ കൂടെ സംഗീതത്തിന് ആളുകളാവട്ടെ. ലെറ്റ്സ് എൻജോയ്. താങ്ക് യു. മധുരമെങ്കിലും അവന്റെ ഡാഷ് അഗ്നി ജ്വലിക്കുകയാണ്. നിർലജ്ജന്റെ നാവിന് ഡാഷ് മധുരമെങ്കിലും അവന്റെ ഡാഷ് അഗ്നി ജ്വലിക്കുകയാണ്. ടീം ഗലിലി. Thank you, ma'am. And welcome. Please be seated. സോ നമ്മുടെ മലയാളിയായ നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ആക്ടർ അന്യഭാഷകളിലെല്ലാം പോയി ഒരുപാട് പേരുണ്ട്. പുത്തൻ തലമുറയിൽ ഡയാന ഹബീബ് അഭിമാനമായി ഈ ഉയരട്ടെ ആശംസകളോടെ ഓരോ കുട്ടിക്കും 7 കുട്ടകളുണ്ട്. ഓരോ കുട്ടയിലും 7 പൂച്ചകളുണ്ട്. ഓരോ പൂച്ചയ്ക്കും 7 കുഞ്ഞുങ്ങളുണ്ട്. ആ വീട്ടിൽ ആകെ എത്ര കാലുകൾ ഉണ്ട്? മനസ്സിലോ? ഒരു വീട്ടിൽ 7 കുട്ടികൾ, ഓരോ കുട്ടിക്കും 7 കുട്ടകൾ, ഓരോ കുട്ടയിലും 7 പൂച്ചകൾ, ഓരോ പൂച്ചയ്ക്കും 7 കുഞ്ഞുങ്ങൾ. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ എത്ര കാലുകൾ ലെഗ്സ് ഉണ്ട്? ഇതാണ് ചോദ്യം. പതുക്കെ കൂട്ടിയാൽ മതി. ഇത് കൂട്ടിക്കൊണ്ടിരുന്നോ? വൺസ് മോർ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. പോസിബിലിറ്റി ആരെങ്കിലും വരുന്നുണ്ടോ? പിടി. നമ്മുടെ ഇപ്പോഴത്തെ സ്കോർ പറയുന്നതായിരിക്കും ടീം. 5, 4, 3, 2, 1. ഓക്കെ. ഓഡിയൻസിന് ആരെങ്കിലും ഉത്തരവുണ്ടാവും? ഇത് ഫില്ല് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത സമാനം തരാം. ഓക്കെ, ആൻസർ പ്ലീസ്. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവരുടെ വിതലത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. ഇത് മനോഹരമായ വാക്യമാണ്. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവരുടെ വിതലത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ഇസ്ലാം ടു ടീം താവോ. നിങ്ങളുടെ ചോദ്യം ശ്രദ്ധിക്കുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഡാഷ് പോലെ സ്വർണവും ഡാഷ് പോലെ വെള്ളിയും നീ ശേഖരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഡാഷ് പോലെ സ്വർണവും ഡാഷ് പോലെ വെള്ളിയും നീ ശേഖരിച്ചു. അകലം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. പോലെ തുഷാരം നിറഞ്ഞു വൈമ്പോൾ അത് ഡാഷ് പോലെയാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഡാഷ് പോലെ തുഷാരം നിറഞ്ഞു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം നിറഞ്ഞു. അത് ഉറയുമ്പോൾ അത് പോലെയാകുന്നു. ഉപ്പ് പോലെ തുഷാരം നിറഞ്ഞു ഉറയുമ്പോൾ അത് കൂട്ടം കൊണ്ടുപോയ ഡാഷ് പോലെ അത് ഇറങ്ങി വരുന്നു. ഡാഷ് പോലെ ഇറങ്ങി വരുന്നു. അതിനകത്തുള്ള വാക്ക് ഓക്കെ. കാണിക്കും. ഒന്ന് ശരിയാണ്. പുറത്തിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടെ നിന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടിക്കിളി പട്ടം പോലെ അത് ഇറങ്ങി വരുന്നു. ഓക്കെ, 5 points. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ടി ഒരു പാട്ട് പാടാനായിട്ട് തയ്യാറായിരുന്നു. മ്യൂസിക് ടീം പ്ലീസ്. കാഴ്ച നിൽക്കുന്ന ഡാഷ് പോലെ മേഘം ഒരുങ്ങുന്ന കാഴ്ച നിൽക്കുന്ന ഡാഷ് പോലെ മേഘം ഒരുങ്ങുന്ന ഡാഷ് പോലെ അവർക്ക് ചോദിച്ചു. അതിന് ആദ്യം പറയും. Second
Okay, your time is over. Correct answer. ദേവദാനി പോലെ ചോദിച്ചു 5 points to Team Nasr 55 points. Team Badran 85 points. Team Jerusalem 15 points. Team Galilee 86. നടന്ന അന്തർദേശീയ വിമൻ ക്രിക്കറ്റില് ജേതാക്കളായത് നമുക്കറിയാം. നമുക്ക് അഭിമാനമാണ്. ഇന്ത്യൻ ലേഡീസാണ് ജേതാക്കളായത്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. വൺ മോർ ക്വസ്റ്റ്യൻ. കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ വലിയ ഒരു ദുരന്തമായിരുന്നു പ്രളയം. 2018 സിനിമയുടെ മൂവി ക്ലിപ്പാണ് ഇപ്പോൾ കണ്ടത്. ഈ സിനിമയുടെ ഡയറക്ടർ ആരായിരുന്നു? ഡയറക്ടർ ആരായിരുന്നു? സിനിമയുടെ ഡയറക്ടർ. താങ്ക് യു സാവിയോ. സാവിയോയ്ക്ക് 100 രൂപ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കൈകാരൻ ലാസ്റ്റ് റൗണ്ടിലേക്ക് സെക്കൻഡ് കിട്ടുന്ന ചോദ്യത്തിനും ഉത്തരത്തിനും കൂടി 6 നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നഷ്ടമായി. 5 പോയിന്റാണ്. വളരെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, ടീം ഗലീലി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എമ്മാവസിലേക്ക് പോയ ശിഷ്യരിൽ ഒരാളുടെ പേര്? കറക്റ്റ് ആൻസർ. ന്യായാധിപന്മാർ BC ഏത് നൂറ്റാണ്ടിന്റെ അവസാനം വരെ ആയിരുന്നു? കറക്റ്റ് ആൻസർ. ശത്രുക്കളെ പാദപീഠമാക്കുവോളം എന്റെ വലതു ഭാഗത്തിരിക്കുക. ഏത് സങ്കീർത്തനത്തിലാണെന്ന് കാണുക? കറക്റ്റ് ആൻസർ. ഫിലിസ്തീനയുടെ ദേവൻ ആരാണ്? മഹത്വത്തിൽ 3-ാം സ്ഥാനം ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കറക്റ്റ് ആൻസർ. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ജനം എന്ത് ചെയ്യുമെന്നാണ്? കറക്റ്റ് ആൻസർ. ആരുടെ മരണശേഷമാണ് ഇസ്രായേലിൽ ന്യായാധിപന്മാർ നിയുക്തരാകുന്നത്? ആരുടെ മരണം? കറക്റ്റ് ആൻസർ. ഒട്ടകം സൂചിക്കുടയിലൂടെ എന്നത് വിശുദ്ധ ലൂക്ക ഏത് അധ്യായത്തിലാണ്? 17. റോങ് ആൻസർ. ഗലയാദുകാരനായ ജെഫ്തായുടെ പിതാവിന്റെ പേര്? ജെഫ്തായുടെ. കറക്റ്റ് ആൻസർ. തന്നെ കീഴടക്കുവാൻ 1-ാം പ്രാവശ്യം സാംസൺ ഗലീലയെ കബളിപ്പിച്ചത് എങ്ങനെയാണ്? നന്ദി പറയാൻ വന്ന കുഷ്ഠരോഗി ഏത് നാട്ടുകാരനാണ്? കറക്റ്റ് ആൻസർ. ആരുടെ മരണം വരെയുള്ള കാലഘട്ടത്തിലാണ് ന്യായാധിപന്മാർ ഉണ്ടായിരുന്നത്? ആരുടെ മരണം വരെയുള്ള കാലഘട്ടത്തിലാണ് ന്യായാധിപന്മാർ ഉണ്ടായിരുന്നത്? നാണയങ്ങളുടെ ഉപമയിൽ 10 നാണയം എത്ര പേർക്ക് വീതിച്ചു? കറക്റ്റ് ആൻസർ. സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? കറക്റ്റ് ആൻസർ. പ്രഭാഷകനിലെ അന്യാപദേശങ്ങളും ഉപദേശങ്ങളും എഴുതിയതാരാണ്? റോങ് ആൻസർ. ഏത് മലയുടെ അരികിലാണ് ബഥാനിയ? കറക്റ്റ് ആൻസർ. പ്രധാന പ്രവചനായ ശിമയോന്റെ പിതാവിന്റെ പേര്? കറക്റ്റ് ആൻസർ. പുതിയ ഉടമ്പടിയെ കുറിച്ച് ലൂക്ക ഏത് അധ്യായത്തിലാണ്? പുതിയ ഉടമ്പടിയെ കുറിച്ച് ലൂക്ക ഏത് അധ്യായത്തിൽ? ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാരാണ്? കറക്റ്റ് ആൻസർ. കഴുതയുടെ താടിയിലൂടെ എത്ര പേരെയാണ് സാംസൺ കൊന്നത്? കറക്റ്റ് ആൻസർ. 7 ശരിയായി. അവിടെയും 35 മാർക്ക് താപൂർ പരസ്യമാക്കിയിരിക്കുന്നു. കറക്റ്റ് ആൻസർ. നീ എന്നെ ദുഃഖ
ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. ഇതാരുടെ വാക്കുകളാണ്? കറക്റ്റ് ആൻസർ. ഏത് തിരുനാളിനോട് അടുത്താണ് നിയമജ്ഞർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചത്? കറക്റ്റ് ആൻസർ. എൽ ഖക്കോ എന്നതിന്റെ അർത്ഥം എന്താണ്? കറക്റ്റ് ആൻസർ. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിന്റെ മാതൃകയാണ്? കറക്റ്റ് ആൻസർ. യേശുവിന് എന്ത് ശിക്ഷ നൽകി വിട്ടയക്കാനാണ് പീലാത്തോസ് ആഗ്രഹിച്ചത്? കറക്റ്റ് ആൻസർ. സാംസൺ രണ്ടാം പ്രാവശ്യം ദലീലിയെ കബളിപ്പിച്ചത് എങ്ങനെയാണ്? സാംസൺ രണ്ടാം പ്രാവശ്യം ദലീലിയെ കബളിപ്പിച്ചത് എങ്ങനെയാണ്? കറക്റ്റ് ആൻസർ. യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? കറക്റ്റ് ആൻസർ. മകനെ ദാൻ എന്നതിന്റെ അർത്ഥം എന്താണ്? കറക്റ്റ് ആൻസർ. നിന്റെ പേരെന്ത് എന്ന് മനോവ ചോദിച്ചത് ആരോടാണ്? ടൈം കഴിഞ്ഞു. 9 ചോദ്യങ്ങൾ. ടൈം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനത്തെ ചോദ്യം പരിഗണിക്കാതിരുന്നത്. ഓക്കെ. ഉപ്പ് തൂണായി മാറിയത് ആരാണ്? കറക്റ്റ് ആൻസർ. ഗബയ പട്ടണം ആക്രമിക്കാൻ ഇസ്രായേൽക്കാർ പതിയിരുപ്പുകാർ തീരുമാനിച്ച അടയാളം എന്താണ്? കറക്റ്റ് ആൻസർ. ജെറൂസലേമിന്റെ പതനത്തെ കുറിച്ച് ലൂക്ക ഏത് അധ്യായത്തിലാണ്? വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ എത്ര വെള്ളി നാണയങ്ങൾ മിക്ക കൊടുത്തു? റോങ് ആൻസർ. BC എത്രാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് പ്രഭാഷകൻ എഴുതപ്പെട്ടത്? റോങ് ആൻസർ. ഏത് ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അവർ മൗനം അവലംബിച്ചത്? കറക്റ്റ് ആൻസർ. ഫിലിസ്തീനയുടെ ധാന്യവിളകൾ നശിപ്പിക്കാൻ എത്ര കുറുനരികളെയാണ് സാംസൺ ഉപയോഗിച്ചത്? കറക്റ്റ് ആൻസർ. ഹെറോദേസിന്റെ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് യേശു പറഞ്ഞത്? ഹെറോദേസിന്റെ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് യേശു പറഞ്ഞത്? ഹെറോദേസിന്റെ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് യേശു പറഞ്ഞത്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആൻസർ. റാമാത്ത് ലേഹി എന്നതിന്റെ അർത്ഥം? ടൈം ഈസ് ഓവർ. 5 എണ്ണത്തിന് ഉത്തരം പറഞ്ഞു. 25 points to team. റെഡിയാണോ? ഓക്കെ. ലൂക്ക ഏത് അധ്യായത്തിലാണ് യേശു ശിശുക്കളെ ആശീർവദിക്കുന്നത്? റോങ് ആൻസർ. സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയ ജഫ്ത എവിടെയാണ് താമസിച്ചത്? കറക്റ്റ് ആൻസർ. അത്തിമരം തളിർക്കുമ്പോൾ വേനൽക്കാലമായി എന്ന് പറയുന്ന ഉപമ ഏത് അധ്യായത്തിലാണ്? ലൂക്കായുടെ ഏത് അധ്യായത്തിലാണ്? കറക്റ്റ് ആൻസർ. സാംസൺ 3-ാം പ്രാവശ്യം ദലീലിയെ കബളിപ്പിച്ചത് എന്ത് പറഞ്ഞാണ്? പ്രഭാഷകൻ എഴുതിയ യേശുവിന്റെ പിതാവ് ആരാണ്? കറക്റ്റ് ആൻസർ. കർത്താവെ നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശിഷ്യൻ ആരാണ്? ആർക്ക് ശേഷമാണ് അബ്ദോൻ ന്യായപാലനം നടത്തിയത്? കറക്റ്റ് ആൻസർ. ഏത് ചോദ്യത്തിന് ഉത്തരമായാണ് നീ തന്നെ പറയുന്നല്ലോ എന്ന് യേശു പറഞ്ഞത്? ഏത് ചോദ്യത്തിന് ഉത്തരമായാണ് നീ തന്നെ പറയുന്നല്ലോ എന്ന് യേശു പറഞ്ഞത്? ഓക്കെ. നമ്മുടെ ഇൻസൈറ്റ് 2025 അവസാന 10 ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ടീം കഫർനാമിനാണ് ഇതിന്റെ ഭാഗ്യം. 10 ചോദ്യങ്ങൾ ടീം കഫർനാമിനായിട്ട് റെഡിയായിരിക്കുന്നു. ഏത് ചോദ്യത്തിന് ഉത്തരമായാണ് നിങ്ങൾ തന്നെ പറയുന്നല്ലോ എന്ന് യേശു പറഞ്ഞത്? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും ഇതാര് പറഞ്ഞതാണ്? കറക്റ്റ് ആൻസർ. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞതാരാണ്? കറക്റ്റ് ആൻസർ. മിസ്പാ സമ്മേളനത്തിൽ യാബേഷ് ഗിലെയാദിലെ എത്ര പേർ പങ്കെടുത്തു? കറക്റ്റ് ആൻസർ. പ്രഭാഷകന്റെ ഏത് ഭാഷയിലെ വിവർത്തനമാണ് സിറാക്കിന്റെ പുത്രൻ യേശു വിജ്ഞാനം എന്ന് അർത്ഥം വരുന്ന പേരുള്ളത്? റോങ് ആൻസർ. ആരെ കുറിച്ചാണ് ആലോചനാ സംഘത്തിലെ അംഗം നീതിമാൻ എന്നൊക്കെ പറയുന്നത്? ധാന്യവിള നശിപ്പിക്കാൻ സാംസൺ കുറുനരികളുടെ മേൽ വെച്ച് കെട്ടിയത് എന്താണ്? കറക്റ്റ് ആൻസർ. കയ്യെഴുത്ത് പ്രതികളിൽ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് എത്ര സ്ഥാപിയോ? കയ്യെഴുത്ത് പ്രതികളിൽ റോങ് ആൻസർ. ഗെത്സമേൻ തോട്ടത്തിൽ യേശു സുഖപ്പെടുത്തിയ അത്ഭുതം ഏതാണ്? കറക്റ്റ് ആൻസർ. എഫ്രായിമിലേക്ക് പോവുകയായിരുന്ന ലേവിയും കൂട്ടരും ഏത് പട്ടണത്തിൽ വെച്ചാണ് വൃദ്ധനെ കണ്ടുമുട്ടിയത്? ടൈം ഈസ് ഓവർ. ഗബയ പട്ടണത്തിൽ വെച്ച്. 5 ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞു.
കുഞ്ഞുങ്ങളെ ഡാഷ് വായിച്ച് ടീം 5 അമർത്തിയിരിക്കുന്നു. ആൻസർ പറയൂ. കേട്ടില്ല. ഉപദേശങ്ങൾ പാലിച്ച് കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ നീ കൂടെ ഞാൻ നീ നിങ്ങൾക്കുള്ളതാണ്. കൈക്കലാണ്. ആൻസർ നമുക്ക് കാണാം. കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുകയും നിങ്ങളുടെ ജ്ഞാനവും അജ്ഞാനവിധിയും നിഷ്പ്രയോജനമാണ്. 5 പോയിന്റ്സ്. ഒരെണ്ണം ശരിയായിട്ടിരിക്കുക. ഡാഷ് ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ഡാഷ് ഓർക്കുക. പറഞ്ഞില്ലേ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഡാഷ് ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ഡാഷ് ഓർക്കുക. ടീം 5 പറഞ്ഞോളൂ. മരണത്തെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും കറക്റ്റ് ആൻസർ നോക്കാം. മരണത്തെയും ആയുസിനെയാണ് പറഞ്ഞിരിക്കുന്നത്. മരണവിധിയെ എന്നാണ്. മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. അപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാനായിട്ട് മാർക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിൽ ആരുടെയും ഡാഷ് നോക്കിയിരിക്കരുത്, ഡാഷ് ഇടയിൽ ഇരിക്കുകയും വരുത്. ഓക്കെ. ആരുടെയും ആരുടെയും സൗന്ദര്യം ഇരിക്കരുത്, സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വരുന്നത്. ആൻസർ നോക്കാം. സ്ത്രീകളുടെ കറക്റ്റാണ്. 5 points to ടീം കാബോ. അവിടുന്ന് തന്റെ ഹിമവാദം അയക്കുന്നു, തന്റെ ഡാഷ് മിന്നൽ പിടൽ പോലെ ത്വരിപ്പിക്കുന്നു. അവിടുന്ന് തന്റെ ഡാഷ് ഹിമവാദം അയക്കുന്നു, തന്റെ ഡാഷ് മിന്നൽ പിടലുകളെ ത്വരിപ്പിക്കുന്നു. Countdown 5, 4, 3, 2, 1. പറഞ്ഞോളൂ. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു, തന്റെ കഴിവിൽ തന്റെ കടിച്ചതും പിടിച്ചതും പോയില്ലോ. ആൻസർ പ്ലീസ്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഒരെണ്ണം കറക്റ്റാണ്, പക്ഷേ ഒരെണ്ണം തെറ്റിപ്പോയി. 5 points മൈനസ്. ഒരെണ്ണം തെറ്റിപ്പോയി. ഡാഷ് അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി ഡാഷാണ്. ഓക്കെ. 3. കർത്താവ് ഭക്തിയെ ജനിപ്പിക്കുന്നു, അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി ശ്രേഷ്ഠവുമാണ്. കറക്റ്റ് ആൻസർ നോക്കുക. ആൻസർ പ്ലീസ്. കർത്താവ് ഭയം ഭക്തിയും ജനിപ്പിക്കുന്നു, അതും ശരിയാണ്. അവിടുത്തെ എത്തുന്നതിനും അവിടുത്തെ ശക്തി അത്ഭുതകരമാണ്. 5 points മൈനസ്. ഡാഷ് പ്രഭാഷകൻ 47:18 സോളമൻ തകരം പോലെ ശേഖരിച്ചത് എന്താണ്? ഓക്കെ. 5. ആൻസർ പറഞ്ഞോളൂ. ആൻസർ വരട്ടെ. റോങ് ആൻസർ. പോലെ ശേഖരിച്ചത് സ്വർണ്ണമാണ്. -5 points.
എന്താ പറയുക, കുടലപ്പാടുന്നതെല്ലാം വിളക്കി മറിച്ചുകൊണ്ട് അറിവും സംഗീതവും നൃത്തവും ഒന്ന് പറയുക. ഉത്സവമായിരുന്നില്ലേ? അതാണ് ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഉത്സവത്തിനെല്ലാം നന്ദി പറയുന്ന സന്ദർഭമുണ്ട്. സോ ലെറ്റ് മീ കോൾ അപ്പോൺ മിസ്റ്റർ റബി ജേക്കബ്, നമ്മുടെ ട്രസ്റ്റിയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ലെറ്റ് മീ ഇൻവൈറ്റ് റബി ജേക്കബ്, അവർ ട്രസ്റ്റി. ഉണ്ടായിരിക്കുന്നുണ്ടോ? കാരണം ഈ തവണ വളരെ നേരത്തെയാണ്, കഴിഞ്ഞോടെങ്കിൽ 10:30 ആയിക്കൊണ്ട് മത്സരങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ അതുപോലെ മാസങ്ങളായി ഒരുക്കത്തിലായിരുന്നു എന്നെനിക്കറിയാം. നിങ്ങളെപ്പോലെ ഞാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. ഒത്തിരി സന്തോഷം തോന്നിയത്, വളരെ നന്നായി ഒരുങ്ങി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കുറേയൊക്കെ നമുക്കറിയാം മത്സരങ്ങൾ ലക്കാണ്, നല്ലൊരു കൈ. കാരണം അത്രമാത്രം കറക്റ്റ് ആൻസർ ഇത്രയും വലിയ പോർഷനിൽ നിന്ന് വളരെ നന്നായി പെർഫോം ചെയ്ത 6 ടീം, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സിബിനച്ചൻ്റെ പേരിൽ, ബാക്കി എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം അത്രയും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ല, കുറച്ചൊക്കെ ഇതിനകത്ത് ലക്കുണ്ട്, കിട്ടുന്ന ചോദ്യങ്ങളുടെയൊക്കെയും പിന്നെ ബസ്സറിൻ്റെയൊക്കെ കുറേ ലക്കാണ്. അപ്പോൾ അത് ദൈവം നിശ്ചയിക്കുന്ന രീതിയിൽ സമ്മാനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകനായ ചേട്ടൻ്റെ മകൻ സിബിനച്ചനും അഞ്ചനും ബാക്കി എല്ലാവർക്കും, ടീം അംഗങ്ങൾക്കും, നമ്മുടെ ഇവരൊന്നും അത് നന്ദി പറയുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കൈക്കാരന്മാർ ഷൈൻ സാറ്, അതുപോലെ റബി ജേക്കബ്, അവരൊക്കെയാണ് പോയിന്റ്സ് കൃത്യമായിട്ട്, കാരണം അവർക്ക് പരിചയമുള്ളതാണ്. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ പോയിന്റ് എഴുതാനായിട്ട് ഇവരാണ്, ഇവിടെ വന്നതിന് ശേഷം ഇവരാണ് വന്നിരുന്നത്. അവർക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ബെന്നി സാറിൻ്റെ സുഹൃത്താണ് ബെന്നി പോൾ. അദ്ദേഹം വിശ്വജ്യോതിയിലെ പ്രൊഫസറാണ്, വിശ്വജ്യോതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മ്യൂസിക് ടീച്ചർ കൂടിയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം ദേവാലയത്തിന്റെ നിർമ്മാണ പ്രക്രിയ നടന്നതിനാൽ നമുക്കത് നടത്തുവാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ 2025 നവംബർ 16 വീണ്ടും ഒരു ഉത്സവം കൂടി നമ്മൾ സംഘടിപ്പിച്ച് അതിന്റെ സമാപന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിലൊരുപാട് പേര് നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന് സമ്മാനദാനത്തിനായിട്ട് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റ് ഡയാന. ഏറ്റവും നന്ദിയോടെ കുടാലപ്പട്ടടവകയുടെ സ്നേഹവും കടപ്പാടും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. തുടർന്ന് നന്ദി പറയേണ്ടത് അച്ഛനാണ്. ഈ പരിപാടിയുടെ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. ഒരു മുട്ടുസൂചി എവിടെ വെക്കണം എന്നത് മുതൽ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള കാര്യങ്ങൾക്ക് വരെ അവസാന തീരുമാനം പറയുവാൻ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉള്ളത് നമ്മുടെ പ്രിയങ്കരനായ വികാരി അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ കുടാലപ്പാട് ഇടവക സമൂഹത്തിന് വേണ്ടി ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ഈ 850ഓളം കുടുംബാംഗങ്ങളുടെയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ഇനി ഇന്നത്തെ ഈ ക്വിസ് പ്രോഗ്രാമിൽ സൂപ്പർ 6 റൗണ്ടിലേക്ക് പ്രവേശിച്ച നമ്മളോട് നന്ദിയോടെ ഓർക്കുകയും ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. അതോടെ നമ്മോടൊപ്പമായിരുന്നു മേജോ അച്ഛന് കുടാലപ്പള്ളി ഇടവകയുടെ ബഹുമാന വികാരിച്ചിന്റെ പേരിലും പാരിഷ് കമ്മിറ്റിയുടെ പേരിലും കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് ഈ ഓർഗണ്ടൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ അവിടെ എന്തായിരിക്കും പരിപാടി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അന്ന് ഇന്നിവിടെ കൃത്യമായിട്ട് അച്ഛനോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി നന്ദി പറയേണ്ടത് സെറമണിയാണ്. നമ്മുടെ വിജയികളെ ഇപ്പോൾ ആദരിക്കുന്നു, അവർക്ക് സമ്മാനം നൽകുന്നു. ഓക്കെ, അതിനായി ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ ആദ്യം തന്നെ നമ്മുടെ ഇൻസൈഡ് 2025 ഫൈനലിൽ പങ്കെടുത്ത നമ്മുടെ 12 മത്സരാർത്ഥികൾക്കും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തുടങ്ങാം. എത്രയധികം ഡീപ്പായിട്ടുള്ളൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. വളരെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടുകൂടി എല്ലാവരും മത്സരം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ടീം ജഡ്ജസ്. ഓക്കെ, എന്തായാലും നമുക്കറിയാം ആരായിരിക്കും ഏതൊക്കെ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തവരെന്ന് പറയാം. ഞങ്ങളുടെ ഏറ്റവും എല്ലാവരുടെ ഒരു സ്കോറില്ല, നല്ലൊരു സ്കോറിലേക്ക് എത്തിയിരുന്നു.
അതിനോടൊപ്പം തന്നെ എല്ലാവരും നന്നായിട്ട് പിടിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒപ്പം തന്നെ ഫാദർ എടുത്ത് പറയേണ്ടതാണ്. ഒന്ന്, നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ കുറിച്ച്. അദ്ദേഹം ഒരു മികച്ച നമ്മുടെ പ്രേമയുടെ ബഹുമാനപ്പെട്ട കോളേജിൽ ഒരു മികച്ച സംഗീതജ്ഞനാണ്. അതോടൊപ്പം തന്നെ ഒരു മികച്ച ക്വിസ് മാസ്റ്റർ കൂടിയാണെന്ന് കാണാൻ സാധിച്ചു. അദ്ദേഹം വളരെ കാം ആൻഡ് പീസ്ഫുൾ, വളരെ കൂളായിട്ട്, എന്നാൽ ഒട്ടുമേ വളരെ അൺവയസ്ഡായും നീതിയുക്തമായ രീതിയിൽ നല്ലൊരു ക്വിസ് മാസ്റ്ററായിട്ട് നമ്മുടെ പരിപാടി കണ്ടക്ട് ചെയ്തു. ഞാൻ കാണാൻ ക്വിസിംഗ് ഉണ്ടായിരുന്നു, അതിനിടയിൽ നമ്മുടെ മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് പോയി. ഒരു കൂടി പോലും ബോറടിച്ചില്ല. ഞാൻ അതിനുശേഷം ഞാൻ എല്ലാ മൊമെന്റും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അത്രയ്ക്ക് ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു ഇന്ന്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ ഇവിടെ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കൂടാരപ്പാട് എന്നുള്ള സ്ഥലത്ത് എത്തുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ. കാരണം ഞാൻ പഠിച്ചത് 12th വരെ പഠിച്ചത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലായിരുന്നു. പിന്നീട് അതിനുശേഷം ഡിഗ്രി പഠിച്ചത് ഓക്സൈസ് കോൺവെന്റിലായിരുന്നു. അപ്പോൾ ഈ മാസത്തേക്ക് രണ്ടാമത്തെ ഒരു ചേർച്ച് ഇവന്റാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ഓർമ്മകളിലേക്ക് പോകും. എനിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അധ്യാപക സിസ്റ്റേഴ്സിനെ കണ്ട എൻ്റെ അധ്യാപകർ ഓർമ്മ വരും. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ മനസ്സിൽ നിന്നാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന് എന്നെ അവിടെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനും നമ്മുടെ സെൻറ്റ് ജോർജ് ഇടവകയിലേക്കും ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ നമ്മുടെ ഇടവക സമൂഹത്തിന്റെ നല്ലൊരു കൈയടിയോടുകൂടിയുള്ള നന്ദി അറിയുകയാണ്. അടുത്ത സമ്മാന ദാനമാണ്. നടത്തിയ പായസ മത്സരത്തിന്റെ സമ്മാനമാണ് ആദ്യം നൽകുക. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് A1 ബേക്കറി ഐമൊഴി ജോർജ് ഏട്ടനാണ്. സെന്റ് ജോർജ് യൂണിറ്റിന്റെ പ്രസിഡന്റ് ഇവിടെ തന്നെ ഉണ്ട്. ആളുകൾ വരുന്നുണ്ട്. അതിൽ പങ്കെടുത്ത സ്പോൺസേഴ്സിനെ കൂടി ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ശ്രീ ജോബി പാപ്പച്ചൻ, റോബി, ബോബി, അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ബൈബിൾ ക്വിസിന്റെ സമ്മാനങ്ങൾ സ്പോൺസർ കൂടാരപ്പാട് സെന്റ് ജോർജ് ഇടവകയ്ക്ക് വേണ്ടി മത്സരിച്ച ഷിജി ഫ്രാൻസിസ് ആൻഡ് മേരി ജോൺ, 2 ടീച്ചർമാരെ അതിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് താന്നിപ്പുഴ സെന്റ് ജോസഫ് ഇടവക ലിൻസിക്കാണ് അവര് നേടിയത്. പ്രത്യേക അഭിനന്ദിക്കുന്നു. മത്സരത്തിൽ സർട്ടിഫിക്കറ്റും 1000 രൂപ ക്യാഷ് അവാർഡുമാണ് അവർക്ക് നൽകുക. അടുത്തത് ഗലീലി ടീമിന് വേണ്ടി മത്സരിച്ച ജസ്റ്റിൻ ജോസ് കോളിപ്പ പാപ്പച്ചൻ മെമ്മോറിയൽ ട്രോഫിയും 2ാം സമ്മാനം 5001 രൂപയും CP പാപ്പച്ചൻ മെമ്മോറിയൽ ട്രോഫിയും 3ാം സമ്മാനം 3001 രൂപയും CP പാപ്പച്ചൻ മെമ്മോറിയൽ ട്രോഫിയും. ഈ ട്രോഫികൾ ക്യാഷ് Lovely Nelson and Sona Rijor.
നല്ലൊരു കൈയടി. Saint Peter Youth. And let's see that. നന്ദി സ്നേഹം അറിയിക്കുന്നു. ആങ്കറിന്റെ പ്രോഗ്രാം നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേശവൻ മാമന്റെ പാരഡി ഗാനങ്ങളൊക്കെയുള്ള വളരെ നന്നായിട്ട് ദൈവാലയം ബാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും